എന്താണ് ബൈബിൾ പഠിപ്പിക്കുന്ന രക്ഷ? സാൽവേഷൻ അല്ലെങ്കിൽ രക്ഷ എന്ന വാക്ക് ക്രിസ്ത്യാനികൾ എല്ലാവരും കേട്ടിട്ടുള്ള പദമായിരുന്നു. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തിയാണ്. വളരെ ചെറുപ്പം മുതലേ രക്ഷ രക്ഷ എന്ന വാക്ക് ഞാൻ കേൾക്കുന്നുണ്ടെങ്കിൽ ഏതാണ്ട് നീണ്ട 25 വർഷങ്ങളോളം യഥാർത്ഥത്തിൽ ബൈബിൾ പഠിപ്പിക്കുന്ന രക്ഷ എന്താണ് എന്നറിയാതെ നടന്ന ഒരു വ്യക്തിയാണ്. എനിക്കറിയാം, അനേകർക്കും ഇന്നും ക്രിസ്തീയ അനുഭവത്തിൽ നിൽക്കുന്ന ക്രിസ്ത്യാനി എന്ന് പറയുന്ന അനേകർക്കും ഇന്ന് യഥാർത്ഥത്തിൽ ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലുള്ള രക്ഷ എന്താണ്, കൃപയാലുള്ള രക്ഷ എന്താണ് എന്ന് അനേകർക്കും ഇന്ന് അറിയത്തില്ല. ഇന്നത്തെ ക്രോസ് ടോക്ക് സ്റ്റുഡിയോസിൻ്റെ ഈ വീഡിയോയിൽ എന്താണ് ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന വിശ്വാസത്താലുള്ള ക്രിസ്തുവേശുവിൽ കൂടിയുള്ള രക്ഷ എന്താണെന്ന്, അല്ലെങ്കിൽ സാൽവേഷൻ എന്താണ് എന്നത് ഏറ്റവും സിമ്പിളായി എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏവർക്കും ക്രോസ് ടോക്ക് സ്റ്റുഡിയോസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് രക്ഷ? രക്ഷ എന്ന വാക്ക് വളരെ സിമ്പിളാണ്, അതേപോലെ തന്നെ വളരെ ഫെമിലിയറാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്കാണ് രക്ഷ. ജാതി മത ഭേദമന്യേ എല്ലാവർക്കും അറിയാവുന്ന വാക്കാണ് രക്ഷ. എന്തിൽ നിന്നോ സേവ് ചെയ്യുന്ന, രക്ഷിച്ചെടുക്കുന്നതിനെയാണ്, വിടുവിച്ചെടുക്കുന്നതിനെയാണ് രക്ഷ എന്ന് പറയുന്നത്. എന്താണ് ബൈബിൾ പഠിപ്പിക്കുന്ന രക്ഷ എന്ന് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മനസ്സിലാക്കാൻ ഒരു ചെറിയ കഥ ഞാൻ ആദ്യം പറയാം. നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പറയുക എന്നതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രീതി. അതുകൊണ്ട് ഒരു ചെറിയ കഥ ഞാൻ വേഗത്തിൽ നിങ്ങളോട് പറയാം. ഈ കഥ നമുക്ക് രക്ഷയിലേക്ക്, ബൈബിൾ പഠിപ്പിക്കുന്ന രക്ഷയിലേക്ക് നമ്മൾ വേഗത്തിൽ കണക്ട് ചെയ്യും. എന്നിട്ട് എന്താണ് ബൈബിളിൻ്റെ രക്ഷ എന്നത് നമ്മൾ വളരെ സിമ്പിളായി മനസ്സിലാക്കാൻ പോവുകയാണ്. കഥ പറയാൻ പോവുകയാണ്, നിങ്ങൾ കൂടെ ഉണ്ടാകണം. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ എന്താണ് ബൈബിളിൻ്റെ യഥാർത്ഥത്തിലുള്ള റിയൽ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തൊരു വീഡിയോ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നത് അധികമായി ഈ വീഡിയോ മനസ്സിലാക്കുവാൻ നിങ്ങളെ സഹായിക്കും. കാരണം ബൈബിളിൻ്റെ യഥാർത്ഥ ഒരു കോൺസെപ്റ്റ് അതിൻ്റെ അകത്തുണ്ട്. നമ്മൾ അതിൽ പറഞ്ഞു നിർത്തുന്നത് ക്രിസ്തു ക്രൂശിൽ ഒരുക്കിയ ഒരു രക്ഷാ പദ്ധതിയെപ്പറ്റി പറഞ്ഞു നിർത്തുന്നുണ്ട്. ആ രക്ഷാ പദ്ധതി എന്താണെന്നാണ് നമ്മൾ ഇന്ന് ഇവിടെ വിശദീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞ സെയിം കഥ തന്നെ ആ നീതിമാനായ രാജാവിനെ ഒരിക്കൽ കൂടി നമ്മൾ കൊണ്ടുവരികയാണ്. പക്ഷേ ഈ പ്രാവശ്യം കഥയ്ക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. നീതിമാനായ രാജാവിൻ്റെ ക്യാരക്ടറിനെ മാത്രം നമ്മൾ അവിടെ നിന്ന് എടുക്കുകയാണ്. നീതിമാനായിട്ടുള്ള ഒരു രാജാവ്. ആ രാജാവിന് അനേക നാളുകൾ മക്കളില്ലാതിരുന്നിട്ട് ഒരു ദിവസം ഒരു മകൻ ജനിച്ചു. അപ്പം നോക്കി, എന്തൊരു സന്തോഷമാണല്ലേ നീതിമാനായ രാജാവിന് ഒരു മകൻ. ആ മകനാണ് നാളെ രാജാവിൻ്റെ പിൻഗാമിയായിട്ട് രാജഭരണം ഏറ്റെടുക്കാൻ പോകുന്ന, മറ്റൊരു രാജാവാകാൻ പോകുന്ന ഒരു മകനാണ്. അപ്പോൾ ആ നാട്ടിൽ ഒരു മന്ത്രി ഉണ്ടായിരുന്നു. ഈ മന്ത്രി വിചാരിച്ചു വെച്ചിരുന്നത് എന്താണ്, എന്നെങ്കിലും ഒരു ദിവസം രാജാവ് രാജഭരണമൊക്കെ ഉപേക്ഷിക്കും. രാജാവിന് ഒരു തലമുറ ഇല്ലാത്തത് കൊണ്ട്, ഒരു മകൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ രാജഭരണം സ്വാഭാവികമായിട്ടും മന്ത്രിയിലേക്ക് എത്തുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന മന്ത്രിക്ക് രാജകുമാരൻ്റെ ജനനം ഒരു വലിയ ആഘാതമായിരുന്നു. അപ്പോൾ ഈ മന്ത്രി എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, രാജാവ് അറിയാതെ ഈ രാജകുമാരനെ നെഗറ്റീവായിട്ട് അങ്ങ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും രാജ്യത്ത് മുഴുവൻ ഒരു എന്നാ പറയണ്ടേ, പ്രജകളുടെ ഇടയിൽ ഒരു ശ്രുതി പരത്തുകയാണ്, അല്ലെങ്കിൽ പ്രജകൾക്ക് തോന്നിക്കുകയാണ്, ഈ രാജകുമാരൻ കൊള്ളത്തില്ല, രാജഭരണമൊന്നും ഏറ്റെടുക്കാൻ പ്രാപ്തനല്ല, അല്ലെങ്കിൽ സ്വഭാവം കൊള്ളില്ല, മോശക്കാരനാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഈ മന്ത്രി ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ഈ രാജകുമാരനെ വളരെ ചെറുപ്പം മുതലേ ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്ത് രാജകുമാരൻ വളർന്ന് ഒരു 10-18 വയസ്സൊക്കെ ആയപ്പം ഒരു ദിവസം ഈ മന്ത്രി ഈ രാജകുമാരനെ കൊണ്ടുപോയിട്ട് ആ നാട്ടിലെ ജനങ്ങളുടെ ടാക്സ് മണി കൊണ്ട് പണിയുന്ന, വളരെ കോടികൾ വില മതിക്കുന്ന ഒരു വലിയ ബിൽഡിങ്ങിന് തീയിടാണ്. അപ്പോൾ ഈ രാജകുമാരൻ മന്ത്രിയുടെ ഇൻഫ്ലുവൻസിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാജകുമാരൻ ആ ബിൽഡിങ്ങിന് തീയിട്ടപ്പം ആ നാട്ടിലുള്ള എല്ലാവരും കണ്ടു, രാജകുമാരൻ ദേ വന്നിട്ട് എന്ത് ചെയ്തു, ഒരു വലിയ ടാക്സ് മണി കൊണ്ട് പണിത ആ രാജ്യത്തിന് അവകാശപ്പെട്ട ഒരു വലിയ പ്രോപ്പർട്ടി രാജകുമാരൻ തീയിട്ട് നശിപ്പിച്ചു. അപ്പോൾ ഭയങ്കര പ്രശ്നമായി, എല്ലാവർക്കും പ്രശ്നമായി. ഇങ്ങനെ ഒരു വലിയ സംഭവം സംഭവിച്ചു, രാജകുമാരൻ ഒരു പൊതു മുതൽ നഷ്ടപ്പെടുത്തി, കോടികളുടെ നഷ്ടമുണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിൽക്കുമ്പം
ഒരു വലിയ പ്രശ്നത്തിലായിരിക്കുകയാണ് ഇപ്പോൾ ആര്? രാജകുമാരൻ. ശരിക്കും നോക്കി, രാജാവാകേണ്ടിയിരുന്ന വ്യക്തിയാണ്, പക്ഷെ ഇപ്പോൾ ഒരു വലിയ പ്രശ്നത്തിലായിരിക്കുക. ഇനി ഇതിൽ നിന്ന് രാജകുമാരൻ എന്തു വേണം? ഒരു രക്ഷ വേണം. അപ്പം നമ്മുടെ നീതിമാനായ രാജാവ് ഈ സീനിലോട്ട് ഇറങ്ങി വരിക. സീനിലോട്ട് ഇറങ്ങി വന്നിട്ട്, രാജാവിന് വേണമെങ്കിൽ പറയാം, എൻ്റെ മകനാണ്, നിങ്ങളാരും ഇവനോടൊന്നും കണക്കിടരുത്, ഞാൻ അവനോട് ക്ഷമിച്ചിരിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ കൽപ്പിക്കാൻ അധികാരമുള്ള ആളാണ് രാജാവ്. പക്ഷെ രാജാവ് നീതിമാനായ രാജാവായതുകൊണ്ട് അങ്ങനെ ചെയ്താൽ എന്തില്ല? അവിടെ നീതി ബാലൻസ് ആകുന്നില്ല. അതുകൊണ്ട് തന്നെ നീതിമാനായി രാജാവ് എന്ത് ചെയ്തെന്ന് അറിയുമോ? ഇറങ്ങി വന്നിട്ട് ഈ രാജകുമാരനോട് പറഞ്ഞു, മകനെ, നീ ചെയ്തിരിക്കുന്ന ഒരു വലിയ തെറ്റാണ്, നീ അകപ്പെട്ടിരിക്കുന്നത് ഒരു വലിയ തെറ്റിലാണ്. നീ ടാക്സ് മണി കൊണ്ടുണ്ടാക്കിയ ഒരു 10 കോടി രൂപ വില മതിക്കുന്ന ഒരു പ്രോപ്പർട്ടി നീ നശിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഇതിനെന്തുണ്ട്? ഒരു പെനാൽറ്റി എന്തായാലും ഉണ്ട്. ഇപ്പൊ ഈ രാജകുമാരനെ ജനങ്ങൾ മൊത്തം നോക്കിയിട്ട് വിളിക്കുന്നത് എന്താ? ഇയാള് കുറ്റവാളിയാണെന്നാ വിളിക്കുന്നത്, അല്ലേ? അപ്പൊ ഈ പദത്തിൽ നിന്ന്, ഈ കുറ്റവാളി എന്നുള്ള മുദ്രകുത്തലിൽ നിന്ന് ഒരു മോചനം വേണമെങ്കിൽ ആദ്യം ഇതിനെന്തുണ്ട്? ഒരു പെനാൽറ്റി പേ ചെയ്യണം. ആ പെനാൽറ്റി ആ രാജ്യത്തിന്റെ നിയമം അനുസരിച്ചിട്ട് ഒന്നുകിൽ എന്തായിരിക്കാം? ആ മുതൽ നഷ്ടപ്പെട്ട 10 കോടി രൂപയായിരിക്കാം, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിയുന്നതായിരിക്കാം. അപ്പൊ ഈ നീതിമാനായ രാജാവ് ഇറങ്ങി വന്നിട്ട് എല്ലാവരോടും പറഞ്ഞു, നോക്കൂ, ഈ പ്രോപ്പർട്ടിയുടെ വാല്യൂ ആയ 10 കോടി രൂപ ഞാൻ എൻ്റെ പേഴ്സണൽ ഫണ്ടിൽ നിന്ന് പേ ചെയ്യുന്നു. അപ്പൊ ഇനി എന്ത് ചെയ്യാം? രാജകുമാരൻ ഫ്രീ ആയി. കാരണം രാജകുമാരൻ അടയ്ക്കേണ്ടുന്ന പെനാൽറ്റി ആയിരുന്ന 10 കോടി രൂപ ആരടച്ചു? രാജാവ് രാജകുമാരന് വേണ്ടി അടച്ചു. അപ്പൊ ഇപ്പൊ എന്ത് ചെയ്തു? പെനാൽറ്റിയിൽ നിന്ന്, രാജകുമാരൻ ചെയ്ത തെറ്റിന്റെ പെനാൽറ്റിയിൽ നിന്ന് രാജകുമാരനെ രാജാവ് ഫ്രീ ആക്കി. ആ മൊമെന്റിൽ ഫ്രീ ആക്കി. 10 കോടി രൂപ അപ്പോഴേ എടുത്തു കൊടുത്തു. ടാക്സ് പേഴ്സ് എല്ലാം നോക്കി നിൽക്കെ എടുത്തു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇപ്പൊ നീ എന്താണ്? ഈ പെനാൽറ്റിയിൽ നിന്ന് ഫ്രീ ആണെന്ന് പറഞ്ഞു. പക്ഷെ കഴിഞ്ഞില്ല. രാജാവിന് മനസ്സിലായി, ഈ മന്ത്രിയാണ് എന്ത് ചെയ്യുന്നത്? രാജകുമാരനെ കൊണ്ട് നടന്നിങ്ങനെ നശിപ്പിച്ചതെന്നൊക്കെ മനസ്സിലായി. പക്ഷേ നീതിമാനായ രാജാവായതുകൊണ്ട് തന്നെ ആ മൊമെന്റ് ഈ രാജാവിന് പറയാൻ പറ്റത്തില്ല, ഈ മന്ത്രിയുടെ തലയങ്ങ് വെട്ടിക്കളയാൻ. അങ്ങനെ പറഞ്ഞാൽ ആളുകൾ ചോദിക്കത്തില്ല, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജാവ് ഇത് ചെയ്യുന്നതെന്ന്? ഒരു ഭരണമാകുമ്പോൾ അതിനൊരു പ്രോട്ടോകോൾ ഒക്കെ ഇല്ലേ? രാജാവിന് ഇനി ഒരു സമിതിയെ ഉണ്ടാക്കാം, അന്വേഷണം നടത്താം, ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വന്ന് ആ റിപ്പോർട്ട് വായിച്ച് മന്ത്രി കുറ്റക്കാരനാണെന്ന് തെളിയിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം നീതിമാനായ രാജാവിന് നീതിയോടെ എന്ത് ചെയ്യാൻ പറ്റും? മന്ത്രിയെ ശിക്ഷിക്കാൻ പറ്റും. അപ്പൊ ആ ദിവസം വരെ എന്ത് ചെയ്യണം? ഇനിയും ഈ മന്ത്രിയുടെ ഇൻഫ്ലുവൻസിൽ നിന്ന് ഈ രാജകുമാരനെ സേവ് ചെയ്യണം. അതാണ് രക്ഷയുടെ രണ്ടാമത്തെ ഘട്ടം രാജകുമാരന്റെ. ആദ്യത്തെ എന്തായിരുന്നു? രാജകുമാരൻ നശിപ്പിച്ച പ്രോപ്പർട്ടിയുടെ പെനാൽറ്റി, ചെയ്ത പ്രശ്നത്തിന്റെ പെനാൽറ്റി രാജാവ് പേ ഓഫ് ചെയ്തു. എന്നിട്ട് രാജാവ് പറഞ്ഞു, മോനെ, എനിക്ക് മനസ്സിലായി, നിന്നെ ഒരു ബാഡ് ഇൻഫ്ലുവൻസ് നിനക്കുണ്ട്. അതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ തന്നെ, മഹാരാജാവായ ഞാൻ നിന്റെ കൂടെ നടക്കാൻ പോവാം. ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകും. നിന്നെ കറക്റ്റ് വഴിയിൽ ഞാൻ ഗൈഡ് ചെയ്യും. നിനക്ക് ആവശ്യമായതെല്ലാം ഞാൻ പറഞ്ഞു തരും. നിനക്ക് എപ്പോഴൊക്കെ ബാഡ് ഇൻഫ്ലുവൻസസിന് പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നോ അപ്പോഴൊക്കെ ഞാൻ എന്ത് ചെയ്യും? നിന്നെ കൂടിരുന്ന് സഹായിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് ഇങ്ങനെ കൊണ്ട് നടന്ന് പാരലായിട്ട് എന്ത് നടക്കുന്നുണ്ട്? മന്ത്രിക്കെതിരെയുള്ള അന്വേഷണങ്ങളൊക്കെ തകൃതിയായി നടക്കുന്നുണ്ട്. കുറേ കാലം കഴിഞ്ഞ് രാജാവിൻ്റെ ഇൻഫ്ലുവൻസിൽ നല്ല രാജാവിൻ്റെ, നീതിമാനായ രാജാവ് കൂടെ നടക്കാൻ തുടങ്ങിയപ്പോൾ രാജകുമാരനിലും മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ഓരോ ദിവസവും നീതിമാനായ രാജാവിൻ്റെ കൂടെ നടന്ന് രാജകുമാരന് വലിയ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ദിവസം മറ്റേ അന്വേഷണ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നു. മന്ത്രി കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു. രാജാവ് എന്ത് ചെയ്തു? മന്ത്രിയുടെ തലയങ്ങ് വെട്ടിക്കളയാൻ പറഞ്ഞു. ഇപ്പൊ ഇനി പറയാം, നീതിയോടെ പറയാം. കാരണം കുറ്റക്കാരനാണല്ലോ, കുറ്റത്തിന് എന്തുകൊണ്ട് ശിക്ഷയുണ്ട്. അത് വിധിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോട്ടോക്കോളും നിറവേറുകയും ചെയ്തു. അപ്പൊ മന്ത്രി എന്ത് ചെയ്തു? അങ്ങ് കൊന്നു കളഞ്ഞു. അപ്പൊ ഇപ്പൊ രാജകുമാരൻ മൊത്തത്തിൽ സേവ്ഡായി. കാരണം ബാഡ് ഇൻഫ്ലുവൻസിൽ നിന്ന് സേവായി. ഇനി ബാഡ് ഇൻഫ്ലുവൻസ് ഇല്ല, മന്ത്രിയേ ഇല്ല, മന്ത്രി മരിച്ചുപോയി. അപ്പൊ ഇനി മന്ത്രിയേ ഇല്ല. അപ്പൊ എല്ലാം കൊണ്ടും രാജകുമാരൻ എന്തായി? സേവായി. അപ്പൊ നോക്കി, രാജകുമാരനെ എങ്ങനെയാണ് നീതിമാനായ രാജാവ് സേവ് ചെയ്തത്? ആദ്യം രാജകുമാരൻ ഉണ്ടാക്കിയ പ്രശ്നത്തിന്റെ പരിഹാര തുക, നഷ്ടപരിഹാരം രാജാവ്
പേ ചെയ്തു. അത് കഴിഞ്ഞ് ബാഡ് ഇൻഫ്ലുവൻസിൽ നിന്ന് രക്ഷിക്കാനായിട്ട് രാജാവ് സ്വയം രാജകുമാരൻ്റെ കൂടെ നടന്ന് രാജകുമാരനെ നല്ല ഇൻഫ്ലുവൻസിലേക്ക് നയിച്ചു. അവസാനം ആ ബാഡ് ഇൻഫ്ലുവൻസ് കോസ് ചെയ്യുന്ന ആ കാരണം തന്നെ രാജാവ് എന്ത് ചെയ്തു? നീതിയോടെ രാജകുമാരൻ്റെ ജീവിതത്തിൽ നിന്ന് നീക്കിക്കൊടുത്തു. ഇപ്പം രാജകുമാരൻ ഫുള്ളി സേവ്ഡായി, രക്ഷിക്കപ്പെട്ടു. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന സാൽവേഷൻ അല്ലെങ്കിൽ രക്ഷ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചോദ്യം തോന്നാം, എന്താണ് ഇതും ബൈബിളിൻ്റെ രക്ഷയും തമ്മിലുള്ള ബന്ധമെന്ന്. അതാണ് ഞാൻ ഇനിയും വളരെ ചുരുക്കമായി സിമ്പിളായി പറഞ്ഞു തരാൻ പോകുന്നത്. നോക്കി, ഇവിടുത്തെ നീതിമാനായ രാജാവ് ആരാണ്? ദൈവമാണ്, സാക്ഷാൽ ദൈവം. ഇവിടുത്തെ ബാഡ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയ മന്ത്രി എന്നാണ്? പാപമാണ്. ഇവിടുത്തെ രാജകുമാരൻ ആരാണ്? മനുഷ്യരാശിയാണ്, നമ്മൾ ഓരോരുത്തരുമാണ്, ഞാനും നിങ്ങളുമാണ്. മന്ത്രി വന്നിട്ട് ബാഡ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയതുപോലെ ആദാമിൽ പാപം വന്നിട്ട് സകല മനുഷ്യരെയും എന്തു ചെയ്തു? പാപികളാക്കി മാറ്റി. അപ്പം ആദാമിൽ കൂടി പാപം സകല മനുഷ്യനിലും വന്നു. എല്ലാ മനുഷ്യരും എന്തായി? പാപികളായി മാറി. അപ്പം ആ പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനായിട്ടാണ് ദൈവം സാൽവേഷൻ അല്ലെങ്കിൽ രക്ഷാ പദ്ധതി ഒരുക്കിയത്. എന്തായിരുന്നു ആ രക്ഷാ പദ്ധതി? ബൈബിൾ പഠിപ്പിക്കുന്ന രക്ഷയ്ക്ക് 3 ഘട്ടമാണുള്ളത്. 1 നീതീകരണം, 2 വിശുദ്ധീകരണം, 3 തേജസ്കരണം. ഇംഗ്ലീഷിൽ അതിനെ ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ, ഗ്ലോറിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. ഈ 3 വാക്കുകൾ രക്ഷയ്ക്ക്, ബൈബിൾ പഠിപ്പിക്കുന്ന യേശു ക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള രക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് നീതീകരണം? ആദ്യം രാജാവ് ഇറങ്ങി വന്നിട്ട് ആ കത്തിച്ചു കളഞ്ഞ ഉണ്ടാക്കിയ നഷ്ടത്തിൻ്റെ നഷ്ടപരിഹാരം രാജാവ് പേ ചെയ്തില്ലേ? അതിനെയാണ് നീതീകരണം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും പാപികളായിരുന്നു. നമ്മൾ ചെയ്ത പാപത്തിന് എന്തുണ്ട്? ബൈബിൾ പഠിപ്പിക്കുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ഇപ്പം നോക്കി, എന്താണ് പാപത്തിൻ്റെ ശമ്പളം? മരണമാണ് അല്ലേ? ആ മരണം പേ ചെയ്തേ ഒക്കത്തുള്ളൂ. അപ്പം നീതിമാനായ രാജാവ് സാക്ഷാൽ ദൈവം ഭൂമിയിൽ ഇറങ്ങി വന്നിട്ട് നമ്മൾക്ക് വേണ്ടി കാൽവറി മരക്കുരിശിൽ നമ്മൾ കൊടുക്കേണ്ട പെനാലിറ്റിയായ മരണം നമുക്ക് വേണ്ടി ദൈവം കൊടുത്തു. അപ്പം നമ്മൾ എന്തായി? പെനാൽറ്റിയിൽ നിന്ന് ഫ്രീ ആയി. ആ പ്രോസസ്സിനെയാണ് ജസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ നീതീകരണം എന്ന് പറയുന്നത്. ആ മൊമെന്റ് തൊട്ട് ദൈവം എന്ത് ചെയ്യുകയാണ്? സാക്ഷാൽ പരിശുദ്ധാത്മാവായ ദൈവം നമ്മളുടെ കൂടെ നടക്കുകയാണ്. ഓരോ തവണയും മന്ത്രിയുടെ ഇൻഫ്ലുവൻസ്, നീ പോയി അത് ചെയ്യ്, നീ പോയി ഇത് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ, അതേപോലെ നമുക്ക് പാപത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവുമ്പോൾ പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ കൂടെ നടന്ന് നല്ല വഴിയെ, നിത്യതയിലേക്കുള്ള വഴിയെ, രാജാവാകാനുള്ള വഴിയെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? കരം പിടിച്ച് നടത്തുകയാണ്. ഈ പ്രോസസ്സിനെയാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി, ആദ്യം നീതീകരണം സംഭവിച്ചു. അപ്പോൾ നീതീകരണം സംഭവിക്കുമ്പോൾ എന്താ? രാജകുമാരൻ ഒരു വലിയ തെറ്റ് ചെയ്തു, കോടികളുടെ നഷ്ടപരിഹാരമാണ്. രാജാവ് വന്നത് പേ ഓഫ് ചെയ്തു. രാജാവ് പറഞ്ഞു, ഞാൻ തരികയാണ് ആ പൈസ മുഴുവൻ. അപ്പൊ അതാ ബൈബിൾ പറയുന്നത്, ദൈവം നീതീകരിച്ചതിനെ ആര് കുറ്റം വിധിക്കുമെന്ന് ബൈബിൾ പറയുന്നത്. നോക്കി, ദൈവമാണ് നീതീകരിക്കുന്നത്. നമ്മളുടെ പെനാൽറ്റി മുഴുവൻ ഫസ്റ്റ് ദൈവം കൊടുത്തു, നമ്മളെ ജസ്റ്റിഫൈ ചെയ്തു. ജസ്റ്റിഫിക്കേഷൻ സംഭവിച്ചു. എന്താണ്? നീതീകരണം സംഭവിച്ചു. നമ്മളെ നീതിമാന്മാരാക്കി. അത് കഴിഞ്ഞ് ദൈവം, സാക്ഷാൽ ദൈവം നമ്മുടെ കൂടെ നടക്കുകയാണ് നമ്മളെ വിശുദ്ധീകരിക്കുവാനായിട്ട്. ഇനിയും ഒരു ദിവസമുണ്ട്. ആ ദിവസം എന്ത് സംഭവിക്കും? ഗ്ലോറിഫിക്കേഷൻ സംഭവിക്കും. അതായത് തേജസ്കരണം അല്ലേ? തേജസ്കരണം സംഭവിക്കുമ്പോൾ എന്ത് പറ്റും? പാപത്തിന്റെ പ്രസൻസിൽ നിന്നേ നമ്മളെ ദൈവം വിടുവിക്കും. അപ്പൊ പാപത്തിന്റെ പ്രസൻസിൽ നിന്ന് വിടുവിക്കുമ്പോൾ പാപം പിന്നില്ല. അപ്പൊ നമുക്ക് പാപത്തെ പറ്റി പേടിക്കണ്ട. അതിനെയാണ് തേജസ്കരണം എന്ന് പറയുന്നത്. അപ്പൊ എന്തു പറ്റി? മന്ത്രിയെ രാജാവ് കൊന്നുകളഞ്ഞപ്പോൾ പിന്നെ മന്ത്രിക്ക് എന്തില്ല? ഒരു ഇൻഫ്ലുവൻസ് ഇനി ഉണ്ടാക്കാൻ പറ്റില്ല. മന്ത്രി മരിച്ചു പോയില്ലേ? അതേപോലെ പാപത്തെ പൂർണ്ണമായും ഒരു ദിവസം നീക്കം ചെയ്യും നമ്മുടെ ജീവിതത്തിൽ. ആ പ്രോസസ്സിനെയാണ്, ആ മൊമെന്റിനെയാണ് തേജസ്കരണം എന്ന് പറയുന്നത്. അപ്പൊ നോക്കി, എന്താണ് ബൈബിൾ പഠിപ്പിക്കുന്ന രക്ഷ? സാൽവേഷൻ അല്ലേ? സാൽവേഷന് 3 ഘട്ടമാണുള്ളത്, അല്ലെങ്കിൽ 3 കാര്യങ്ങളാണ് സാൽവേഷന്റെ ഉള്ളിലുള്ളത്. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. അപ്പം രക്ഷിക്കപ്പെട്ട് നമ്മളെന്ന് പറയുമ്പോൾ ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ അതിനർത്ഥം നിങ്ങൾ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടതാണോ, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ
വിശുദ്ധീകരണത്തിൽ നടക്കുന്നവരാണോ? നിങ്ങൾ തേജസ്കരിക്കപ്പെട്ടവരാണോ? പെട്ടവരാണോ എന്ന ചോദ്യം എനിക്കറിയാം ഒരു ഫ്യൂച്ചർ ടെൻസിലെ ചോദ്യമാണ്. പക്ഷെ അത് നമ്മൾ സാൽവേഷൻ എന്ന കോൺസെപ്റ്റിൽ നോക്കുമ്പോൾ ഇഫ് യു ആർ ട്രൂലി ജസ്റ്റിഫൈഡ്, നിങ്ങൾ എന്താണ്? ഓൾറെഡി തേജസ്കരിക്കപ്പെട്ട് കഴിഞ്ഞു നമുക്ക് പറയാം. കാരണം ഇതെല്ലാം നമ്മളെ പ്രാപ്തരാക്കുന്നത് ആരാണ്? സാക്ഷാൽ ദൈവമാണ്. ഇതിൻ്റെ അകത്ത് നമ്മുടെ മെറിറ്റും നമ്മുടെ കഴിവും സീറോ ആണ്. നമുക്കിതിൻ്റെ അകത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആകെ ചെയ്യാൻ പറ്റുന്ന ക്രൂശിൽ എൻ്റെ പെനാലിറ്റി, ഞാൻ ചെയ്ത പാപത്തിൻ്റെ പെനാലിറ്റി ക്രൂശിൽ യേശു കർത്താവ് പേ ചെയ്തു എന്ന് വിശ്വസിക്കുക മാത്രമാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ആ വിശ്വാസത്തിൽ കൂടി ദൈവം ക്രൂശിൽ ഒരുക്കിയ നീതി നമ്മളിൽ കണക്കെടുക്കുക. അങ്ങനെ കണക്കിടുമ്പോൾ നമ്മൾക്ക് വിശുദ്ധീകരണത്തിൻ്റെ പാതയിലേക്ക് കടക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ദിവസം തേജസ്കരിക്കപ്പെടും. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന രക്ഷ. ഇനി നിങ്ങൾ മറന്നു പോകരുത്, നമ്മളെ നീതീകരിച്ചു, നമ്മളെ വിശുദ്ധീകരിച്ചു, നമ്മളെ തേജസ്കരിച്ചു. ഇതും മൂന്നൂടെ ചേരുന്നതിനെയാണ് സാൽവേഷൻ അല്ലെങ്കിൽ രക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും ബൈബിൾ പഠിപ്പിക്കുന്ന രക്ഷ എന്താണ് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഇത് ഒരുപാട് ഡീറ്റെയിൽഡായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഈ വിശുദ്ധീകരണമൊക്കെ ഒത്തിരി മണിക്കൂറുകൾ എടുത്ത് പഠിക്കേണ്ടതാണ്. പൊസിഷൻഡ് സാങ്ക്ടിഫിക്കേഷൻ, പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ എന്നൊക്കെ തരംതിരിച്ച് പഠിക്കേണ്ടതാണ് വിശുദ്ധീകരണത്തെ. അപ്പോൾ ഇത് ഒരുപാട് ഡീറ്റെയിൽഡായിട്ട് പഠിക്കേണ്ടതാണ് രക്ഷ. എന്നിരുന്നാലും ഇതാണ് ഇതിൻ്റെ ഒരു നട്ട്ഷെല്ലിൽ എന്താണ് രക്ഷ എന്നതാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. രക്ഷയെപ്പറ്റി കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ക്രോസ്റ്റോക്ക് സ്റ്റുഡിയോസുമായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ത്രൂവോ അല്ലെങ്കിൽ ഇമെയിൽ ത്രൂവോ ബന്ധപ്പെടാം. ഞങ്ങളുടെ ബൈബിൾ ക്ലാസ്സുകളിൽ ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അവിടെ നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷയെ പറ്റിയിട്ടും ബൈബിളിൻ്റെ മറ്റു കോൺസെപ്റ്റുകളെ പറ്റിയിട്ടുമൊക്കെ വളരെ ഡീറ്റെയിൽഡായി പഠിക്കുകയും ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്ന ഓൺലൈൻ സെഷൻസ് നമുക്കുണ്ട്. അപ്പോൾ നോക്കൂ, മറന്നു പോകരുത്, ബൈബിൾ പഠിപ്പിക്കുന്ന യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലുള്ള രക്ഷ എന്താണെന്ന്. നീതീകരിക്കുന്ന ദൈവം നമ്മളെ കാൽവരി മരക്കുരിശിൽ യേശു കർത്താവ് യാഗമായി നമ്മളുടെ പെനാലിറ്റി പേ ചെയ്തു, നമ്മളെ നീതീകരിച്ചു. പരിശുദ്ധാത്മാവ് എന്ന ദൈവം സാക്ഷാൽ ഇറങ്ങി വന്ന് നമ്മളുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നമ്മളെ ഓരോ ദിവസവും വിശുദ്ധീകരണത്തിൻ്റെ പാതയിൽ നടത്തുന്നു. ഒരു ദിവസം നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ഇറങ്ങി വരുന്ന ഒരു ദിവസം, അന്ന് നമ്മൾ തേജസ്കരിക്കും. അപ്പോൾ നോക്കൂ, എത്ര സൗഭാഗ്യകരമായ ഒരു രക്ഷയാണ് ക്രിസ്തുവിൽ ദൈവം നമ്മൾക്ക് ഒരുക്കിയിരിക്കുന്നത്. ആ രക്ഷയുടെ ഭാഗമല്ല നിങ്ങളെങ്കിൽ ആ രക്ഷയിലേക്ക് നിങ്ങളെ ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യും.